എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം തൊണ്ണൂറാം ദിവസം. ഇന്ന് 891 മുതൽ 900 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം വിദ്രുമാഭായേ നമഃ. ഓം വൈഷ്ണവ്യേ നമഃ. ഓം വിഷ്ണുരൂപിണ്യേ നമഃ. ഓം അയോനേ നമഃ. ഓം യോനിനിലയായേ നമഃ. ഓം കൂടസ്ഥായേ നമഃ. ഓം കുളരൂപിണ്യേ നമഃ. ഓം വീരഗോഷ്ഠിപ്രിയായേ നമഃ. ഓം വീരായേ നമഃ. ഓം നൈഷ്കർമ്മ്യായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം വിദ്രുമാഭായേ നമഃ. ഓം വൈഷ്ണവ്യേ നമഃ. ഓം വിഷ്ണുരൂപിണ്യേ നമഃ. ഓം അയോനേ നമഃ. ഓം യോനിനിലയായേ നമഃ. ഓം കൂടസ്ഥായേ നമഃ. ഓം കുളരൂപിണ്യേ നമഃ. ഓം വീരഗോഷ്ഠിപ്രിയായേ നമഃ. ഓം വീരായേ നമഃ. ഓം നൈഷ്കർമ്മ്യായേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥം ഒന്ന് നോക്കാം. ഓം വിദ്രുമാഭ. വിദ്രുമാഭ എന്ന് പറഞ്ഞാൽ വിദ്രുമം പവിഴം. പവിഴത്തിന് തുല്യമായ ശോഭയോട് കൂടിയവൾ ദേവി വിദ്രുമാഭ. പവിഴത്തിന് തുല്യമായ ശോഭയുള്ളവൾ. ഓം വൈഷ്ണവ്യേ നമഃ. വൈഷ്ണവി വിഷ്ണു സ്വരൂപിണി. വിഷ്ണു സ്വരൂപിണിയാണ് ദേവി. ത്രിമൂർത്തികളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ വിഷ്ണുവിൻ്റെ മാതാവായിട്ടും പറയാം വൈഷ്ണവി. ഇനി അടുത്ത ഓം വിഷ്ണുരൂപിണ്യേ നമഃ. സർവവ്യാപിയായിരിക്കുന്ന ദേവി വിഷ്ണുരൂപിണി. ഓം അയോനേ നമഃ. അയോനി എല്ലാ ഉൽപ്പത്തിയും എല്ലാം യോനിയിൽ നിന്നാണ് ഉൽപ്പത്തി ഉണ്ടാകുന്നത്. എല്ലാത്തിൻ്റെയും ജന്മം എന്ന് പറയുന്നത് യോനിയാണ്. പക്ഷേ ഇവിടെ ദേവിക്ക് എന്താ ഉൽപ്പത്തി ഇല്ലാത്തവളായതുകൊണ്ട് ദേവി അയോനി. അടുത്തത് യോനി നിലയായേ നമഃ. എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി എന്ന് പറയുന്നത് യോനിയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ഇവിടെ ദേവിയാണ് എല്ലാത്തിനും യോനിയായിരിക്കുന്നവൾ. അതുകൊണ്ട് ദേവി യോനി നിലയായേ നമഃ. യോനി നിലയാണ് ദേവി. കാരണം എല്ലാത്തിൻ്റെ ഉൽപ്പത്തി ദേവിയാണ്. ഓം കൂടസ്ഥായേ നമഃ. കൂടസ്ഥ എന്ന് വെച്ചാൽ ഇരുമ്പ് കൂടം. കൂടം എന്ന് പറയുന്നത് ഇരുമ്പ് കൂടമാണ്. ആ കൂടത്തിൻ്റെ മുമ്പിൽ തൂൺ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയൊരു ചെറിയ കുറ്റി പോലെ. ആ കുറ്റിയുടെ മുകളിൽ എത്ര ഇരുമ്പ് അടിച്ചാലും എന്തൊക്കെ അതിൻ്റെ മുകളിലിട്ടടിച്ചാലും യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതേപോലെ തന്നെ ഇരിക്കും. അതുപോലെയാണ് ദേവി കൂടസ്ഥയാണ്. ആ ഇരുമ്പ് കൂടം പോലെ ഉറച്ചിരിക്കുന്ന യാതൊരു മാറ്റവുമില്ലാത്ത ഇളക്കമില്ലാത്ത കൂടസ്ഥ. ഓം കുളരൂപിണ്യേ നമഃ. ദേവിയോടെത്താനുള്ള ആ മാർഗം, കൗളമാർഗം, അത് ദേവി തന്നെയാണ്. ദേവിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൗളമാർഗം സ്വീകരിക്കുന്നു. അങ്ങനെ ആ കൗളമാർഗവും ദേവി തന്നെയാണ്. അതുകൊണ്ട് കുളരൂപിണി. വീരഗോഷ്ഠിപ്രിയായ ഓം വീരഗോഷ്ഠിപ്രിയായേ നമഃ. വീരഗോഷ്ഠിപ്രിയ വീരന്മാരുടെ ശക്തി കാണിക്കുന്നവരോട് പ്രത്യേകം ഇഷ്ടമുള്ളവളാണ് ദേവി. അതാണ് വീരഗോഷ്ഠിപ്രിയ. വീരഗോഷ്ഠി എന്ന് വെച്ചാൽ വീരന്മാരുടെ ശക്തി. വീരന്മാരുടെ ശക്തി കാണിക്കുന്നവരോട് പ്രത്യേക ഇഷ്ടമുള്ളവൾ ദേവി. ഓം വീരായേ നമഃ. ദേവി വീരയാണ്. ദേവി വീരസ്വരൂപിണി. അതുകൊണ്ടാണ് വീരന്മാരോട് ഇത്ര വലിയ സ്നേഹം. ദേവി അതാണ് വീര എന്ന് വെച്ചാൽ വീരസ്വരൂപിണി. നൈഷ്കർമ്മ്യായേ നമഃ. നിഷ്കാമമായ കർമ്മം എന്ന് വെച്ചാൽ യാതൊന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. എനിക്കൊന്നും ചെയ്യുന്നില്ല എന്ന തോന്നൽ. അതായത് നിഷ്കാമം എന്ന് യാതൊന്നും ആഗ്രഹിക്കാതെ യാതൊന്നും ചിന്തിക്കാതെ ആ കർമ്മം എന്താ പറയുന്നത്, ദേവിയിലേക്ക് അടുക്കുമ്പോഴാണ് നിഷ്കാമമായ കർമ്മം ചെയ്യുന്നത്. അപ്പം നിഷ്കാമമായ കർമ്മം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന തോന്നൽ. കർമ്മം ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അങ്ങനെ അങ്ങ് നടക്കുന്നു. അപ്പം കൂടുതൽ എന്താ പറയുന്നത്, നമ്മളെക്കുറിച്ച് കൂടുതൽ ചിന്തയില്ലാതെ, ഒരു കാമവുമില്ലാതെ, ഒരാഗ്രഹവുമില്ലാതെ കർമ്മം ചെയ്യുന്നതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ നിഷ്കാമ കർമ്മത്തിന് ഉടമയാണ് ദേവി. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരെ, അങ്ങനെയുള്ള ഭക്തിയാണ് ദേവിക്ക്
കൂടുതൽ പ്രിയമുള്ളത്. ദേവിയോട് അടുക്കുമ്പോൾ മാത്രമാണ് ഈ നിഷ്കാമകർമ്മം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ യാതൊന്നും ചെയ്യുന്നില്ല, എല്ലാം അങ്ങനെ തന്നെ അങ്ങ് നടന്നോളും എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പോൾ സ്വാർത്ഥത ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ നിഷ്കാമകർമ്മമൊക്കെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നത്. അപ്പം ഇന്നിപ്പം 900 നാമങ്ങളായി. ഈ 900 നാമത്തിൽ നമ്മൾ പല നാമങ്ങളാണ്, പല അർത്ഥങ്ങളാണ് ദേവിയെക്കുറിച്ച് കൂടുതൽ അറിവ്. ഓരോ നാമത്തിലും നമ്മൾ കൂടുതൽ ദേവിയെ അറിയുകയാണ്. അങ്ങനെ കൂടുതൽ അറിഞ്ഞ് ദേവിയിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ ദേവീ പ്രസാദം കിട്ടുന്നതിന് നമുക്ക് ദേവീ പ്രസാദമാണ് വേണ്ടത്. ദേവീ പ്രസാദം എന്ന് പറഞ്ഞാൽ ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും ദേവി സാധിച്ചു തരും. ആരോഗ്യമുള്ളവരാക്കി, ധനസമ്പത്തുള്ളവരാക്കി, വിദ്യാഭ്യാസമുള്ളവരാക്കി, പിന്നെ അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരാക്കി എല്ലാം എല്ലാം തന്ന് ദേവി നമ്മളെ അനുഗ്രഹിച്ചു കൊള്ളും. അപ്പോൾ നമ്മൾ ദിവസവും ദേവിയുടെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത്. ദേവിയെ സ്തുതിക്കുന്നതും ദേവീനാമങ്ങൾ പറയുന്നതുമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം നാം ഓരോരുത്തരും ദേവീനാമങ്ങൾ ജപിക്കുക, ദേവിയെ അടുത്തറിയുക. അങ്ങനെയുള്ള നമ്മുടെ ഈ പ്രപഞ്ച മാതാവായ ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.